ഹായ്, ഇന്ന് ഭയങ്കര കാൻഡിഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ സ്ഥലം വരെ വന്നതാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കും, അപ്പോൾ ഷിപ്പിലാകുമ്പോൾ ഈ ലോകം മുഴുവൻ ചുറ്റി കാണാമല്ലോ എന്നൊക്കെ ചോദിക്കും. ആക്ച്വലി കുറേ സ്ഥലങ്ങളൊക്കെ കാണാം, പക്ഷേ ഇത് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഓയിൽ ടാങ്കർ ഉണ്ട്, പിന്നെ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന ഷിപ്പുണ്ട്, അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ സാധനം ആദ്യം വർക്ക് ചെയ്തിരുന്ന് കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന ഷിപ്പിലാണ്. അപ്പം കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ കണ്ടെയ്നേഴ്സ് ഷിപ്പിൽ നിന്ന് അൺലോഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ശരിക്കും പോർട്ടിലേക്ക് തന്നെ എത്തണം. അപ്പോൾ അപ്പോഴാണല്ലോ പോർട്ടിലേക്ക് അൺലോഡ് ചെയ്യാൻ പറ്റുക. ഇപ്പം പക്ഷേ ആൾ വർക്ക് ചെയ്യുന്ന ഫ്യൂവൽ ടാങ്കറിലാണ്. അപ്പോൾ ഈ ഫ്യൂവലും ഗ്യാസ് ടാങ്കേഴ്സിലൊക്കെ യൂഷ്വലി എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഇവർ കുറച്ച് ഔട്ടർ പോർട്ടിലാണ് ഉണ്ടാവുക. എന്നിട്ട് അവിടെ നിന്ന് വലിയ ഹ്യൂജ് പൈപ്പ്സ് ലേ ചെയ്തിട്ടുണ്ടാവും ഫോർ സേഫ്റ്റി റീസൺസ്. പിന്നെ ഐ എം ഷുവർ യു അണ്ടർസ്റ്റാൻഡ്, ഇത് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളൊരു സാധനം കൊണ്ടുവന്നുകൊണ്ട് ഇവർ കുറച്ചുകൂടെ പോർട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അത് അൺലോഡ് ചെയ്യുക. അവരിൽ ഷിപ്പിലുള്ള കെമിക്കലാണെങ്കിലും ഫ്യൂവൽ ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഒക്കെ അവർ അൺലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഇവർക്ക് സ്ഥലങ്ങൾ കാണാൻ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇവർക്കും ഇറങ്ങാൻ പറ്റില്ല പോർട്ടിൻ്റെ അടുത്ത്. പിന്നെ ഇറ്റ് ബിക്കംസ് എ ഹ്യൂജ് കോസ്റ്റ് ഓൺ ദ കമ്പനി. അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഡെൻമാർക്ക്, ബ്രസീൽ, ചൈന, റഷ്യ, ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യൂഷ്വലി ഇവർക്ക് ഉണ്ടാവുക, ഇവരുടെ ഷിഫ്റ്റ് ഒരു 6 hours അല്ലെങ്കിൽ 4 hours കഴിഞ്ഞിട്ട് ഇവർക്ക് പിന്നെയും ഒരു 4 hours ബ്രേക്ക് കിട്ടും. പിന്നെ അടുത്ത ഷിഫ്റ്റ് വീണ്ടും വരും. അപ്പം ഈ ഇടയ്ക്ക് വരുന്ന ബ്രേക്ക് ടൈം ഉണ്ടല്ലോ, ആ ബ്രേക്ക് ടൈമിലാണ് ഇവർക്ക് പോർട്ടിൽ ഇറങ്ങാൻ പറ്റുക. അല്ലാണ്ട് നമ്മൾ ആസ് എ ടൂറിസ്റ്റ് പോയി കാണുന്ന പോലെ കുറേ അധികം സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്നില്ല. ബിക്കോസ് ടൈം ഇസ് വെരി ലിമിറ്റഡ്. അപ്പോൾ പോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. അവർ കൂടുതൽ ഇറങ്ങുന്ന എന്തെങ്കിലും ഒരു ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കരയൊന്ന് തൊടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഇവർ കാണുന്ന ഈ കടലൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല രസമില്ലേ കാണാൻ? നിങ്ങൾ ഫോളോ ചെയ്തല്ലോ അല്ലേ? മറക്കണ്ടേ.